ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈദൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു വെഡ്ഡിങ്ങിൻ്റെ ഡ്രസ് കോഡ് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ബ്ലോഗാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ ഇതൊരു 2 ദിവസം കൊണ്ട് ചെയ്തെടുത്തൊരു വർക്കാണ് കേട്ടോ. രണ്ട് ദിവസം കൊണ്ട്. അപ്പോൾ ഈദൊക്കെ കഴിഞ്ഞ് ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ വേറൊരു വർക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എന്താ പറയുക, നോർമൽ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു, ചുരിദാറുകളൊക്കെ. അതൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ചെയ്തെടുക്കേണ്ടത് വന്നു കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ നമുക്ക് പെരുന്നാളിന് മുന്നേ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പെരുന്നാളിൻ്റെ സമയത്ത് തിരക്കുകളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ, പറഞ്ഞിട്ടാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴിഞ്ഞ് ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെഡ്ഡിങ് വർക്കും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരേ സമയത്തായിരുന്നു. ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് അവർ തന്നെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ലാസ്റ്റിൽ ഇത് നമ്മൾ വീട്ടിലല്ല അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടി വന്നു കേട്ടോ. അവർക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാനുള്ള സമയത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നെറ്റാണ് കേട്ടോ, നമ്മുടെ നോർമൽ നെറ്റല്ല, വേറെ എന്തോ ഒരു നെറ്റ് ഇതിന് പേര് കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ അതെനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ, ആ ഒരു പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്തോ നെറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബീഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തൊക്കെ ഒന്ന് മാച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കൽ തുടങ്ങിയിട്ട് 6 വർഷമായിട്ട്. ഈ ഒരു ഞാൻ കാണിച്ചില്ല, ഒരു വയലറ്റ്, ഇതൊക്കെ ഞാൻ ഇതിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ, ഈ ഒരു വൈറ്റ് ബീഡ്സൊക്കെ. പിന്നെ ആ വയലറ്റ് കളർ കണ്ടത് അതിൽ മാച്ച് ഉണ്ടെങ്കിൽ കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചതാണ് കേട്ടോ. വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് ഈ ഒരു പേള് കണ്ടോ, ഈ ഒരു പേള് ഞാൻ വാങ്ങിച്ചിട്ട് 6-7 വർഷമായിട്ടാണ്. ഇതുവരെ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല ഒറിജിനൽ പേളാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചിലതൊക്കെ കളറ് പോവുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ഈ ഷുഗർ ബീഡ്സും ഈ പേൾസും ഒന്നും കളറ് പോവണില്ല കേട്ടോ. എടുത്ത് വെച്ചിട്ടൊന്നും അങ്ങനെ നിറം മങ്ങിപ്പോവുക അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ അത് ഈ ബോക്സിലും കുറച്ച് ബീഡ്സ്, അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ അടുത്തൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ്. കുറേ ബീഡ്സുകളുണ്ട്, കുറേ കളറുകളൊക്കെ ഉണ്ട്, ഗോൾഡനും പലതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊരു വൈറ്റ് ബീഡ്സ് ഉണ്ട്, ബീഡ്സ് അല്ല, നമ്മുടെ എന്താ പറയുക, അതിൻ്റെ പേര് മറന്നല്ലോ, ക്രിസ്റ്റൽസ് കേട്ടോ, വൈറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് എടുത്ത് നോക്കിയായിരുന്നു. അത് ആവശ്യമുണ്ടെങ്കിൽ എടുക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ലേസുകൾ ഇതൊക്കെയാണ് കേട്ടോ. ഈ ഫ്ലവറുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഫുള്ളൊന്നും ആവശ്യം വന്നിട്ടില്ല കേട്ടോ, കുറച്ചൊക്കെ കൊടുത്തിട്ടുള്ളൂ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഈ ഒരു ലേസ് ഞാൻ മാറ്റി വെക്കണം, അത് അടുത്ത വെഡ്ഡിങ് വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഹാങ്ങിങ് ലേസാണ് കേട്ടോ, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വൈറ്റ് ലേസ് ഇതിൽക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഒരു സ്കൈ ബ്ലൂ ആണല്ലോ, അതിൽ വൈറ്റ് വരുമ്പോൾ നല്ല അടിപൊളി കളറാണ് കേട്ടോ, നല്ല ഭംഗി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റ് ഫ്ലവർ കട്ട് ചെയ്ത് നമ്മുടെ ആപ്ലിക് വർക്കായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ സീക്വൻസ് 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഫുൾ ആവശ്യം വന്നിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ ഗ്ലൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലേസ്, ഒരു ബ്ലൂ കളർ ലേസ്, അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചതും പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നതും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വർക്ക് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ തന്നെ ഈ ഒരു ലേസ് ഒട്ടിച്ച് കൊടുക്കാറുണ്ട് ചെയ്തത്. ഇത് ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ പറഞ്ഞു പോവുക അങ്ങനെയൊന്നുമില്ല കേട്ടോ, നല്ല ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലേസ്, വൈറ്റ് ലേസ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലത്തെ ഫ്ലവേഴ്സൊക്കെ ഞാൻ വലിയ ഫ്ലവേഴ്സും ഉണ്ട്, അതിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ മോള് കട്ട് ചെയ്തിട്ട്, മോളും കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒറ്റയ്ക്ക് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കട്ട് ചെയ്യാനൊക്കെ ഇരിക്കുമ്പോഴാണ് കുറേ ടൈം ഇങ്ങനെ പോവുക കേട്ടോ. നമ്മൾ ലേസ് മറ്റേ സോൾഡറിങ് അയൺ വെച്ചിട്ട് കട്ട് ചെയ്യാം, പിന്നെ കത്രിക കൊണ്ടും കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്യാൻ നമ്മളിങ്ങനെ സമയം പോവും. അപ്പോൾ ഞാൻ കുറച്ചിന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ മോൾക്ക് കൊടുത്തിട്ട്, പിന്നെ അവളാണ് ഫുള്ളും കട്ട് ചെയ്ത് തന്നത്, ഇതിൻ്റെ മുകളിലേക്കുള്ള എല്ലാ ഫ്ലവേഴ്സും കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഞാൻ ചെയ്യണത് സ്ലീവാണ് കേട്ടോ, സ്ലീവിൻ്റെ വർക്കാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. അപ്പോൾ സ്ലീവ് ഒരു പഫ് സ്ലീവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എൻ്റെ ഭാഗത്തായിട്ടൊരു പട്ട കൊടുക്കുന്നുണ്ട്, ഒരു 3-3.5 ഇഞ്ച് വീതിയിലൊരു ബാൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ യോക്കിൽ വന്നിട്ടുള്ള ആ വർക്ക്, വേസ്റ്റിലേക്ക് വരുന്ന ഒരു വർക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്.
അപ്പോൾ ഞാൻ ഫസ്റ്റ് യോക്കിൽ ചെയ്ത വർക്ക് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൈയുടെ വർക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഡ്സൊക്കെ ഞാൻ ഇതിന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ബീഡ്സൊക്കെ വേണമെങ്കിൽ പഞ്ച് ചെയ്ത് കൊടുക്കുക. പക്ഷേ എനിക്ക് അത്ര ഇത് തോന്നണില്ല കേട്ടോ. ചില സമയത്തൊക്കെ എന്തെങ്കിലും ഊരിപ്പോവുക അങ്ങനെ എന്തെങ്കിലും വന്നാലോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. പിന്നെ പഞ്ചിങ് ബീഡ്സ് ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. നമ്മുടെ ഈ ഒരു ബീഡ്സ് വെച്ച് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പൊട്ടുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പം ഞാനിത് ഈ ഒരു ഫ്ലവേഴ്സും ഒട്ടിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. വൈറ്റ് ഫ്ലവറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒട്ടിച്ചു കൊടുത്താൽ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുകയും ചെയ്യും, നല്ലോണം ഫിക്സ് ആയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു എംബ്രോയ്ഡറി ഫ്രെയിം യൂസ് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റാൻഡ് യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആരോ കമൻറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിനൊരു സ്റ്റാൻഡ് ഉണ്ട്. പക്ഷേ ഞാൻ ആ ഒരു ആരി വർക്കിൻ്റെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, റൗണ്ട് സ്റ്റാൻഡ്, അതെൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ഞാനത് യൂസ് ചെയ്യാറില്ല കേട്ടോ. അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ താഴ്ത്തിരുന്നിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെനിക്ക് തീരെ പറ്റില്ല. പുറം വേദന, നടുവേദന ഒക്കെ ഇളകും. അപ്പം ഞാനിത് ഇതുപോലെ ആരി വർക്ക് ചെയ്യുകയാണെങ്കിലും ഇതേപോലെയാണ് ഞാൻ ചെയ്യുക. ടേബിളിൻ്റെ മുകളിൽ പകുതി ഭാഗം ടേബിളിൻ്റെ മുകളിലും പകുതി ഇതുപോലെ താഴത്തേക്ക് ആക്കിയിട്ട് വെക്കും കേട്ടോ. ഇങ്ങനെ ഇങ്ങോട്ട് പുറത്തേക്ക് ആക്കിയിട്ട് എന്നിട്ട് ഇതുപോലെ അടിയിൽ നിന്ന് ഇങ്ങനെ ചെയ്യും. പിന്നെ എൻ്റെ ചെയറുണ്ടല്ലോ, ആ ചെയറിൻ്റെ ഹാൻഡിലിൻ്റെ ഭാഗത്തേക്കായിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ആരി വർക്കൊക്കെ ചെയ്തെടുക്കാറ്. ഇപ്പോൾ ഇത് പിന്നെ നമ്മൾ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ഈ ബീഡ്സൊക്കെ തുന്നിയെടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആ സ്റ്റാൻഡ് എനിക്ക് തീരെ പറ്റില്ല. സ്റ്റാൻഡ് നമ്മൾ താഴത്ത് വെച്ചിട്ട് ചെയ്യണ സമയത്ത് നമുക്ക് ഇങ്ങനെ കുനിഞ്ഞിരിക്കണ്ടേ, കുറച്ചൊന്ന് നടുവളഞ്ഞിരിക്കണം. അപ്പോൾ എന്തായാലും പുറം വേദന വരികയാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഭയങ്കര ഇതാവും. അപ്പോൾ ഇതാവുമ്പോൾ ഒരു വേദനയില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യും. അപ്പോൾ അതിൻ്റെ യോക്കിൽ ചെയ്ത വർക്കാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് കേട്ടോ. അപ്പോൾ അതാദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് നമ്മൾ സ്ലീവിൻ്റെ രണ്ടിൻ്റെയും വർക്ക് ചെയ്തെടുത്തത് കേട്ടോ. അങ്ങനെ സ്ലീവിൻ്റെ രണ്ടിൻ്റെയും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ലീവിൽ അധികം തിക്നെസ് വരുത്തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പ്ലെയിനായിട്ടൊരു ഭാഗം ഇങ്ങനെ കുറച്ച് ഭാഗം കിടന്നോട്ടെ, തുമ്പ് ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അവർക്ക് ഈ വർക്ക് വേണമെന്ന് അങ്ങനെയൊന്നും അവർ ഡിമാൻഡൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് വിട്ടു തന്നതാണ്, നമുക്ക് ഇഷ്ടമുള്ള വർക്ക് ചെയ്തോ, പക്ഷേ അടിപൊളിയായിരിക്കണം എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അവന് ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഞാനായിട്ടെടുത്ത ഒരു വർക്കാണ്, ചെയ്തൊരു വർക്കാണ് കേട്ടത്. അവർ പറഞ്ഞിട്ടുള്ളതല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ രണ്ടിൻ്റെ അതാ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ യോക്കിൻ്റെ വർക്കും ഇതവിടെ ഫിനിഷാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരെണ്ണത്തിൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തത് വർക്ക് ചെയ്തത് കേട്ടോ. എന്നാലൊരു നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഒരെണ്ണം കഴിഞ്ഞാലാണല്ലോ നമുക്ക് എന്തെങ്കിലും അതിൽ ഫോൾട്ട് ഉണ്ടോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് ഫസ്റ്റത്തെ വർക്ക് കഴിഞ്ഞോട് കൂടിയിട്ട് ഞാൻ കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൈനിങ്ങാണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് ക്രേപ്പാണ് കേട്ടോ അവർ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു മെറ്റീരിയലിനേക്കാളും കുറച്ച് ഡാർക്കായിരുന്നു കേട്ടോ, ഇത്തിരി ഒരു ഷെയ്ഡ് ഡാർക്കായിരുന്നു. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യണത് അതിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു ബാൻഡ് പറഞ്ഞില്ലേ, ആ ഒരു വർക്ക് ചെയ്ത ഭാഗത്തിനുള്ള ലൈനിങ്ങാണ് കേട്ടോ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചത്. പിന്നെ ഇനി ഇതിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റിഫ് നെറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റിഫ് നെറ്റ് ഞാൻ 2 ഗൗണാണ് ചെയ്യണത്. അപ്പോൾ രണ്ടാൾക്കും കൂടിയിട്ട് ഞാൻ 6 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരാൾക്ക് 3 മീറ്റർ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിഫ് നെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിഫ് നെറ്റ് വെക്കുമ്പോൾ ലൈനിങ് എക്സ്ട്രാ കൂടുതൽ എടുക്കണമല്ലോ, അതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ 2 ലെയർ ലൈനിങ് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ സ്റ്റിഫ് നെറ്റ് കട്ട് ചെയ്ത് പിന്നെ ഈ ഒരു വീഡിയോ അതപ്പോൾ ഒരെണ്ണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് എൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് ടൈമില്ല, ഞാൻ അടുത്തത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം ഇരുന്നു കേട്ടോ. അപ്പോൾ അവളാണ് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ ഈ ഡമ്മിക്ക് നമ്മുടെ ഡ്രസ്സ് ഇതിൽ കയറില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഡമ്മിയുടെ സൈസ് ഇത്തിരി കൂടുതലാണ്, ചെറിയ സൈസ് ഡ്രസ്സുമാണ് കേട്ടോ ഇത്. ഡ്രസ്സിൻ്റെ സൈസ് കുറവാണ്, 33, 32 സൈസുള്ളൂ കേട്ടോ ഡ്രസ്സ്. അപ്പോൾ അത് ഡമ്മിൽ കയറില്ല, ഡമ്മി 36 തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അതിലിട്ടിട്ടില്ല. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് വെച്ച് പിൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ എടുക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ പിന്നെ സ്റ്റിച്ചിങ് റൂമൊക്കെ കണ്ടില്ല, ആകെ നീല കളറാണ് ഫുള്ള്, എന്ന് വെച്ചാൽ നീല കഷ്ണങ്ങളുടെ അത് ഇന്ന് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇനി അടുത്ത വർക്ക് കഴിയുമ്പോഴേക്കും ഒരുപാടായി കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം. ഇത്
പിറ്റേ ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ വീഡിയോ എടുത്തിട്ടുള്ള രാത്രിയാണ് കേട്ടോ ഡ്രസ്സിൻ്റെ. അത് പിറ്റേ ദിവസമാണ്. ഞാനപ്പോൾ രാത്രിയിൽ ബാക്കിയുള്ള ഹാൻഡ് വർക്കും കൂടെ ഫിനിഷാക്കി വെച്ചിട്ട് അത് അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബാഗിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഹാൻഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ അന്നത്തെ ദിവസം കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു ക്യാൻ ലേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു റോളായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് 200 രൂപയാണ് കേട്ടോ ഈ ഒരു റോളിനുണ്ടായിരുന്നത്. അവർ പറഞ്ഞ 25 മീറ്റർ 30 മീറ്റർ ഒക്കെ ഉണ്ടാവും എന്നാണ്. പക്ഷെ ഞാൻ അളന്ന് നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഈ ഒരു ഗൗണിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 ഷോള് വാങ്ങിച്ചതാണ് കേട്ടോ. അത് അവർ എന്നെ ഏൽപ്പിച്ചതാണ് വാങ്ങിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വർക്ക് കഴിഞ്ഞാൽ അവരെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ഞായറാഴ്ച ഒക്കെ ആകുമ്പോൾ ഷോപ്പുകളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു കളർ ഇനിയിപ്പോൾ കറക്റ്റായി കിട്ടിയില്ലെങ്കിൽ കുറേ ഷോപ്പുകൾ കയറി ഇറങ്ങാൻ ഷോപ്പുകൾ ഫുള്ള് അടവായിരിക്കും, ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നോട് തന്നെ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ വെച്ചുവിട്ട് അവിടെ. ഇനി അവർക്ക് ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ രണ്ടാമത്തെ ഗൗണ് ഹാൻഡ് വർക്ക് കഴിഞ്ഞ് തലേദിവസം കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഹാൻഡ് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ലൈനിങ് 2 ഇതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ സ്റ്റിഫ്നെറ്റ് വെക്കാനുള്ള ലൈനിങ്ങും ഇത് സ്കേർട്ടിൻ്റെ അടിയിലുള്ള ലൈനിങ്ങും അത് വേറെ ആക്കിയിട്ടുണ്ട്. പിന്നെ സ്ലീവിൻ്റെ വർക്ക് കണ്ടോ, സ്ലീവൊക്കെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം എന്താ പറയുക, ഫുള്ളായിട്ട് ഇനിയിപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യണം. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു ബേബി ഫ്രോക്ക് ഉണ്ട് കേട്ടോ, ചെറുതാണ്, 2 വയസ്സ് 3 വയസ്സിൻ്റെയൊക്കെ ഉള്ളിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വർക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഗൗണിൻ്റെ യോക്ക് ഭാഗമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇത് 2 ലെയർ നെറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ വർക്ക് ചെയ്തത് കൂടാതെ. പിന്നെ ഒരു പ്ലെയിൻ നെറ്റ് അടിയിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ലൈനിങ് വെക്കുമ്പോൾ ഭയങ്കര ഡാർക്കായി പോവാണ് ഡ്രസ്സ്. അപ്പോൾ ഞാൻ ഈ യോക്കിൻ്റെ ഭാഗത്തായിട്ട് 2 ലെയർ നെറ്റ് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കളർ അധികം ഡാർക്ക് ആവില്ല, ലൈനിങ്ങിൻ്റെ കളർ പുറത്തേക്ക് അധികം കാണിക്കില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം 2 ഗൗണ് സ്റ്റിച്ച് ചെയ്ത് കണ്ടില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിത് ഈ ഒരു ഫ്രോക്ക് കട്ട് ചെയ്ത് അതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ യോക്ക് ഭാഗത്തായിട്ട് ഞാനിതാ ഈ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുകയാണ്, തുന്നി പിടിപ്പിക്കുകയാണ് കേട്ടോ. അത് നമ്മൾ നേരത്തെ ചെയ്ത ആ ഗൗണിലത്തെ വൈറ്റ് ഫ്ലവറും പിന്നെ അതുപോലെ തന്നെ ഇതിലത്തെ സാറ്റിൻ്റെ ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ സാറ്റിൻ ക്ലോത്ത് എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ച് ഫ്ലവർ നമ്മുടെ അയൺ സോൾട്ടിങ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഈ ഫ്ലവറൊക്കെ എൻ്റെ മോളാണ് കേട്ടോ കട്ട് ചെയ്ത് തന്നത് എനിക്ക്. അപ്പോൾ ഞാനത് എന്നിട്ട് അതൊക്കെ ഇതിൻ്റെ മുകളിൽ തുന്നി കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ഓരോ ബീഡ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ സെൻറ്ററിൽ. പിന്നെ അതിലൊരു ഒരു ബീഡ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു മാല പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വാങ്ങിച്ചിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ കണ്ടില്ലേ ഇങ്ങനെ തൂങ്ങി കിടക്കണ ഈ ഒരു സംഭവം ഞാൻ വാങ്ങിച്ചിട്ട് ഇതിൽ വെച്ച് തുന്നി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കണ ഒരു രീതിയിൽ കേട്ടോ. അത് ഞാൻ എവിടെയെങ്കിലും വെക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതിങ്ങനെ വെച്ചപ്പോൾ ഭംഗിയുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഇതിലൊന്ന് തുന്നി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യോക്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് തിക്കായി കൊടുത്തിട്ട് പിന്നെ അടിയിലേക്ക് ആ ഒരു ചെറിയ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് അടിയിലേക്കായിട്ട് കൊടുത്തേക്കാണ്. ക്യാൻ ലേസ് വെച്ചിട്ട് ഇതിൽ മൊത്തം എന്താ പറയുക അടിഭാഗത്തായിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് കേട്ടോ പഫാക്കിയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ അംബ്രല്ലയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 2 ലെയറാണ് അതിൽ. അടിയിലത്തെ ലെയർ അംബ്രല്ല കട്ടിങ് ചെയ്തിട്ട് മേലത്തെ ലെയർ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തേക്കാണ്. പിന്നെ ബാക്കിൽ ഇതൊരു ബോയ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നെക്ക് നെക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ റൗണ്ട് നെക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ക്യാൻ ലേസ് വെച്ചുകൊണ്ടാണ് കേട്ടോ ഇത്രയും നല്ല ഇതായിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിത് എൻ്റെ സ്റ്റിച്ചിങ് റൂമിലിട്ടിട്ട് ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കാൻ വിചാരിച്ചിട്ടോ. മറ്റേ എനിക്ക് രാത്രിയിൽ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റിൻ്റെ ഇത്തിരി പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 സ്ഥലത്തും വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് റൂമിൽ നിന്നും എടുത്തിട്ടുണ്ട്, പുറത്ത് എന്താ പറയുക ഹാളിൽ നിന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേതാ നിങ്ങൾക്ക് ക്ലിയർ വെച്ചെങ്കിൽ അതിൽ മനസ്സിലാവും കളറും കാര്യങ്ങളും. കളർ ഇതൊക്കെ തന്നെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് 3 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് കച്ചറകളൊക്കെ ഉണ്ട് കേട്ടോ, വേസ്റ്റ് പീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ടിട്ട് പിന്നെ ഇതൊന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ കവറിൽ.
റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇതിപ്പോൾ കല്യാണത്തിൻ്റെ തലേദിവസമാണ് കേട്ടോ. ഇപ്പോൾ തലേദിവസം രാത്രിയാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ, വർക്ക് ഫിനിഷ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇവരിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തലേദിവസം തന്നെ ഒരു ഉച്ചക്കൊക്കെ വരാമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ അപ്പോഴേക്കും ഇതൊന്നും ഫിനിഷ് ആയിട്ടില്ല. സ്റ്റിച്ചിങ് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയ ഫ്രോക്ക് ഉണ്ടല്ലോ, അത് ഞാൻ വൈകിട്ട് ഒരു 5 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ 3:30 ആകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിന് വേണ്ടി വന്നതല്ല, അവർ വേറെ എന്തിനോ ഈ ഭാഗത്തേക്ക് വന്നതാണ്. അവരുടെ വീട് കുറച്ച് ലോങ് ആണ് കേട്ടോ. അപ്പോൾ അവർ വേറെ എന്തിനോ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട്, അപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പകുതി വരെ എത്തിച്ച് തരാം ഇത് ഫിനിഷ് ആയാലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എത്ര രാത്രി ആയാലും ഞാൻ കൊണ്ടുവന്നുതരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. വൈകിട്ട് 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എത്തിച്ചു കൊടുക്കാനുള്ള മഴയാണ്. പിന്നെ എന്താ കുറച്ച് ഫിനിഷിങ് വർക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല രാവിലെ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എത്തിക്കാമെന്ന് പറഞ്ഞില്ല. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായിട്ട് ഞാനൊക്കെ ഫിനിഷാക്കി ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് തുന്നലും ഒക്കെ രാത്രിയിൽ ചെയ്തിട്ട് 1 മണി 1:30 ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ രാത്രിയിൽ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വൈകിട്ട് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് ഈ സ്റ്റിച്ചിങ് റൂമിലേക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ ഒന്നിനും താഴത്തേക്ക് ഇറങ്ങിയിട്ടില്ല, കിച്ചണിലേക്കോ ഒന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ മോളും ഉമ്മയൊക്കെ കൂടിയിട്ട് എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതൊക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ രാത്രി ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇവിടെ 2 കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ എനിക്ക് നല്ല പണികളുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ കിച്ചണിൽ കുറേ പാത്രങ്ങളും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ കുട്ടികളും ഒക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നിരിക്കണം, എല്ലാവരും ഉറങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമാണ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അടുക്കളയ്ക്ക് വന്നത്. അപ്പോൾ കുറേ പാത്രങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ചോറ് കഴിച്ചു, ഒന്ന് ഫ്രഷ് ആയതിനു ശേഷമാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നത്. എന്നിട്ട് പിന്നെ പാത്രങ്ങൾ മൊത്തം കഴുകാനും ഇതിനൊക്കെ നിന്ന്. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വ്ളോഗുകളൊക്കെ കണ്ടിട്ട് എനിക്ക് 2-3 പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ ഡൗട്ടുകൾ ചോദിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടാൽ ഞാൻ ഫുള്ള് സ്റ്റിച്ചിങ്ങിൻ്റെ വർക്ക് മാത്രം ചെയ്യണ പോലെയാണ്. പിന്നെ വീട്ടിലധികം പണികളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഫുള്ള് ഇതിൽ തന്നെ ഇരിക്കണ പോലെയാണ് അവർക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെയല്ല സത്യത്തിൽ, വീട്ടിലെ പണികളും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ ഞാൻ. അല്ലാതെ ഒന്ന് ഡൗൺ ആക്കിയിട്ടിട്ട് ഒന്നിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് അത് മാത്രമായിട്ടല്ല ഞാൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഈ പണികളും ഈ കാര്യങ്ങളും ഒക്കെ എനിക്കും ഉണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ അർജൻറ്റ് വർക്ക് ഉണ്ടാവുമല്ലോ, അർജൻറ്റ് മീൻസ് ഇത് നമുക്ക് തീരില്ല, ഇന്ന് തീർത്തേ പറ്റൂ, അല്ലെങ്കിൽ ഇത് ഇരുന്നെങ്കിലേ തീരുള്ളൂ, അങ്ങനെയുള്ള ഇതുള്ള വർക്കിന് മാത്രം ഞാൻ ഇതുപോലെ അടുക്കളയ്ക്ക് കുറച്ച് നേരം ഗ്യാപ്പ് ഇടും കേട്ടോ. എന്ന് വെച്ചാൽ അവർ ഫുഡ് എടുത്ത് കഴിക്കും, ബാക്കിയുള്ളവർ കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചുകൂടി മാറി നിൽക്കുക ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചെയ്യണ പോലെ എൻ്റെ പണികളവിടെ ഉണ്ടാവും, അത് ഞാൻ വന്നിട്ട് ഞാൻ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ ഞാൻ സാധാരണത്തെ എല്ലാവരുടെയും പോലെ തന്നെയാണ് എൻ്റെയും കാര്യങ്ങൾ. അപ്പോൾ അതിൽ കൂടെ എക്സ്ട്രാ എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ വർക്ക് കൂടുതലുണ്ട് ചെയ്യണം, അതും ഇതും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ വേറൊരു ഇതും ഇല്ലയെന്ന് തോന്നി പോവാറുണ്ടെന്ന് എന്നായിട്ട് മെസ്സേജ് അയച്ചവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകലൊക്കെ ഫുള്ള് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ വീഡിയോ കണ്ടവർ. എനിക്ക് മെസ്സേജ് അയച്ച് 2-3 പേര് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട് കേട്ടോ. ഓരോ ഡൗട്ടുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അന്നത്തെ ആ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ഞാൻ പുലർച്ചെ പോകണമെന്ന് കേട്ടോ വിചാരിച്ചത്. പക്ഷേ ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ തലേദിവസം നേരം വൈകിട്ടാണ് കിടന്നത്. അപ്പോൾ അവർ വിളിച്ചിട്ട് ഞാൻ എണീറ്റ് കേട്ടോ, ഫോണ് റിങ് ചെയ്തപ്പോൾ. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിമേലെ പോകണത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴ, രാത്രി നല്ല മഴ തന്നെയായിരുന്നു, പിന്നെ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് തോർന്നൊരു സമയമാണ് ഇട്ടത്. അപ്പോൾ ഞങ്ങൾ സ്കൂട്ടിയുടെ മുകളിലാണ് കൊണ്ടുകൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പകുതി പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ അവരവിടെ എത്താത്തതുകൊണ്ട് ഞങ്ങൾ ഒരു 3/4 ഭാഗത്തോളം പോയിട്ടോ. അപ്പോൾ ഒരു കവറ് ഞാൻ വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം ഞാൻ പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ വലിയ കവറ്, അതിൽ കെട്ടിയിട്ട് കണ്ടോ വെച്ചത്. അപ്പോൾ ഞങ്ങളിതാ പകുതി എത്തണോട് കൂടിയിട്ട് അവിടെ ഒരു ചെറിയൊരു റോഡൊക്കെ ഉണ്ട്. ആ പാടത്തുനിന്ന് അങ്ങനെ ഈ ഒരു ഭാഗങ്ങൾ കണ്ടില്ലേ, അങ്ങനെ നിൽക്കുന്നിടത്തുനിന്ന് വെള്ളം കുറേ കയറിയിട്ടേ റോഡും സൈഡൊന്നും മനസ്സിലാവണില്ല.
എന്നിട്ട് കുറേ നേരം വണ്ടി ഓടിച്ചു കേട്ടോ. കുറച്ച് ഭാഗത്ത് വെള്ളമുണ്ട്, കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളമില്ല, കുറച്ച് പിന്നത്തെ വെള്ളമാണിത്. അപ്പോൾ ഇതിൽ നിന്ന് പിന്നെ ഞങ്ങൾ വണ്ടി ഓടിച്ചില്ല, ഉന്തി കൊണ്ടുപോയിട്ടോ. അങ്ങനെ പെട്ടു മഴയിൽ. വേറെ വഴിയൊക്കെ ഉണ്ട്, പക്ഷെ അറിയാതെ പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിതാ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നത്തെ സ്റ്റിച്ചിങ് റൂമിലേക്ക് കയറിയതാണ് പിന്നത്തെ ദിവസം. എന്താ പറയുക, പിന്നത്തെ ദിവസമല്ല, അന്ന് തന്നെ അടുത്ത വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കണ്ടില്ലേ നമ്മുടെ വർക്ക് കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥയാണ്. ഈ ഒരു സ്റ്റിച്ചിങ് റൂമിലാകെ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നീല ഡ്രസ്സിൻ്റെ തന്നെ കുറേ ഉണ്ട്. പിന്നെ അതിൻ്റെ മുന്നത്തെ കുറേ കട്ട് പീസുകൾ ഇതാ ഒരു കുന്നായിട്ടാണ് അതിൻ്റെ അടിയിൽ കിടക്കുന്നത് കേട്ടോ. അതൊക്കെ മാറ്റണം, ക്ലീൻ ചെയ്യണം. പിന്നെ അത് ഞാൻ കുറച്ച് നൂലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടായിരുന്നല്ലോ അന്ന് വീഡിയോ ഇട്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിൽ മുകളിൽ ഹാങ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ബോർഡ് വീണിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ സ്ക്രൂ ചെയ്തിട്ട് പിടിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ബോർഡിൻ്റെ മുകളിൽ നമ്മുടെ ആണി ഉണ്ടല്ലോ, 2 ഇഞ്ചിൻ്റെ ആണി, അത് വെച്ചടിച്ചതാട്ടോ. ഈ ഒരു ക്ലാമ്പിൻ്റെ ഉള്ളിൽ സ്ക്രൂ പോവുമല്ലോ, അതിൽ കൂടെ ഇതും കൂടി കൊടുത്തേക്കാട്ടോ, ഈ ഒരു റൗണ്ട് ബോർഡ്. അങ്ങനെ ഇത് ഒരു കളർ 2 ഇഞ്ച് നൂലുണ്ട്. അപ്പോൾ 2 നൂലിൽ നിന്ന് ഓരോ നൂല് എന്ന് ഞാനിപ്പോൾ ഇതിൽ ഇടുന്നുള്ളൂ കേട്ടോ, ഹാങ് ചെയ്യണുള്ളൂ. എന്താ വെച്ചാൽ എല്ലാതും കൂടി ഹാങ് ചെയ്യുമ്പോൾ അതിന് സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ 2 കളറുള്ളതൊക്കെ പെട്ടിയിൽ തന്നെ വെച്ചിട്ട് ഓരോന്ന് പെട്ടി വെച്ചിട്ട് ഓരോന്ന് ഇതിൽ വെക്കണ്ട. അപ്പോൾ ആ ഒരു ബോക്സ് നൂല് വാങ്ങിച്ചതാണല്ലോ അന്ന്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ മുകളിൽ ഇതെല്ലാം കൂടെ ഒന്ന് വെക്കണം. എന്താ വെച്ചാൽ ഓരോ ഡ്രസ്സുകൾ അടിക്കുമ്പോൾ കളറിന് വേണ്ടിയിട്ട് ഈ ബോക്സ് ഇങ്ങനെ എപ്പോഴും എടുത്തിട്ട് തപ്പണ്ടേ. അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. പിന്നെ ലേസ് സാധനങ്ങളൊക്കെ എടുത്തേക്കാനായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ചിട്ട് അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ബോക്സിൽ ഇതാ ബാലൻസ് നൂല് ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വൈറ്റ് നൂല് ബ്ലാക്ക് നൂലൊക്കെ ഞാനിതാ ഇതുപോലത്തെ റോളാണ് കേട്ടോ വാങ്ങിക്കാറ്, വലിയത്. അതൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ ബോക്സിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിനൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതാ ഒരു അടുത്ത വെഡ്ഡിങ് വർക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഗൗണിൻ്റെ ബ്രൈഡിൻ്റെ ഗൗണാണ് കേട്ടോ. അപ്പോൾ അറബിക് ഗൗൺ. അപ്പോൾ ഇത് ബ്രൈഡ് അധികം ഹൈറ്റ് ഇല്ലാത്ത ആളാണ്. അപ്പോൾ ഇതൊരു 60 സൈസ് 60ൻ്റെയാണ് കേട്ടോ ഈ ഒരു ഗൗൺ വന്നിട്ടുള്ള. ആൾ 54 വരുന്നുള്ളൂ സൈസ്. അപ്പോൾ അതൊന്ന് വെട്ടാനൊക്കെ ഉണ്ട്. അപ്പോൾ അടിയിൽ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ബോർഡറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് യോക്ക് ലെങ്ത് ഇത്തിരി കുറക്കാനും ഉണ്ട്. അപ്പോൾ സെൻറ്ററിൽ തന്നെ വെട്ടിയിട്ട് നമ്മളിത് കയറ്റി വെച്ച് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് അവർക്ക് ഈ ഗൗണ് കൊടുക്കണം പറഞ്ഞു. അപ്പോൾ വീട്ടിൽ ഡ്രസ്സ് കാണാൻ വരുമല്ലോ കല്യാണത്തിന്. ഇതിന് മുന്നേ വീട്ടുകാർ ഫാമിലീസൊക്കെ വരുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആദ്യം തന്നെ ഈ ഒരു ഡ്രസ്സ് ആദ്യം ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്കിൽ ഉള്ള ഡ്രസ് കോഡൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. എല്ലാം കൂടെ ഒരു വീഡിയോയിലാവുമ്പോൾ ഒരുപാട് ലോങ് ആയി പോകുമല്ലോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ്സ് അറിയിക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.